Hello guys, welcome back to another episode of Sajil's Tech Center. എൻ്റെ പേര് സജിൽ ലത്തീഫ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പേയ്മെന്റ് വിഡ്രോവൽ ആണ്. അതായത് ഫൈവറിലൂടെ എങ്ങനെ നമുക്കൊരു വിഡ്രോവൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഫൈവറിൽ നിന്ന് നമുക്ക് എങ്ങനെ പേപ്പാലോ അല്ലെങ്കിൽ പയനിയർ ത്രൂ വിഡ്രോ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻലി ഫൈവറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പയനിയർ അക്കൗണ്ട് തന്നെയാണ്, പേപ്പാൽ അല്ല. രണ്ട് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പയനിയറാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ പയനിയറിൽ എക്സ്ചേഞ്ച് റേറ്റ് നല്ല റേറ്റ് കിട്ടും, അതുപോലെ തന്നെ ഫീസും വളരെ കുറവാണ്. ഇപ്പോൾ 2019 വരെയും ഒരുപാട് വർഷത്തേക്ക് പയനിയർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 2020 മുതൽ അവരിപ്പോൾ ഓരോ ട്രാൻസാക്ഷനും $3 ഫീസ് ഈട് ആക്കുന്നുണ്ട്. എന്നാലും എക്സ്ചേഞ്ച് റേറ്റ് വളരെ നല്ലതാണ്. പേപ്പാലിനെ കുറിച്ച് തട്ടിച്ച് നോക്കുമ്പോൾ പേപ്പാലിൽ വളരെ തുച്ഛമായ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ $1 75 ഇന്ത്യൻ റുപ്പിയൊക്കെ ആണെങ്കിൽ പേപ്പാലിൽ നമുക്ക് കിട്ടുമ്പോൾ 71 രൂപ അല്ലെങ്കിൽ 71.50 ഒക്കെ കിട്ടുള്ളൂ. ആ സമയത്ത് പയനിയർ ആണെങ്കിൽ 73 74 വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പയനിയർ തന്നെയാണ് ഞാൻ ഫൈവറിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. അതുപോലെ ലാസ്റ്റ് വീക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഫൈസ്കിഡിൽ നിന്ന് പേയ്മെന്റ് പേജ് എല്ലാം കാണിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതൊരു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽ മാത്രമാണ്, ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല. അത് കാരണം ഒരുപാട് പേർക്കൊന്നും വിശ്വാസമില്ല. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫൈവറിലൂടെ നമ്മൾ വിഡ്രോ ചെയ്തിട്ട് പയനിയറിൽ എത്തുന്നവരെയുള്ള വീഡിയോസ് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫൈവറിൽ നിന്ന് ഇതിനു മുമ്പ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ള കുറച്ച് എമൗണ്ട്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പേയ്മെന്റ് വിഡ്രോവൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിക്കാൻ പോകുന്നത്. അതും ലൈവ് വിഡ്രോവൽ പ്രൂഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫൈവർ അക്കൗണ്ടിൽ $504 ബാലൻസ് കിടപ്പുണ്ട്. ഇതിപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളാകെ ചെയ്യേണ്ടത് ഏർണിങ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പ്രസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം അതിൻ്റെ ടോട്ടൽ ഏർണിങ്സ് കാണിക്കുന്ന സെക്ഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ പേപ്പാലും പിന്നെ പയനിയർ അക്കൗണ്ടും ലിങ്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ നിങ്ങളിപ്പോൾ ലിങ്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പയനിയറിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ പയനിയറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫൈവറിൽ ഞാൻ മെയിനായിട്ട് വിഡ്രോവലിന് യൂസ് ചെയ്യുന്നത് പയനിയർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് നല്ല റേറ്റ് കിട്ടുന്നത് പയനിയറിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഫീസും കുറവാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ വരെയും ഫ്രീ ആയിരുന്നു, യാതൊരു ഫീസും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2020 മുതൽ ഒരു $3 പെർ ട്രാൻസാക്ഷൻ ഒരു ഫീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും $3 വെച്ച് നമുക്കിപ്പോൾ ഫീസ് പോകും. പക്ഷേ പേപ്പാലിലാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് വളരെ കുറവാണ്. അവരുടെ മെയിൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. സോ ഞാനിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് പയനിയർ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ഫണ്ടെല്ലാം ക്ലിയറായി വന്നിരിക്കുന്നത് ഓരോ എമൗണ്ടും. ഇതിൽ ഈ ലാസ്റ്റ് പോർഷൻ ക്ലിയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് എനിക്ക് ഇനി വരാനുള്ളതാണ്. അത് ഏപ്രിൽ 19 മാത്രമേ ഈ മുകളിലുള്ള വിഡ്രോവൽ സെക്ഷനിലേക്ക് വരികയുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് എമൗണ്ട് ഇതിൽ കീപ്പ് ചെയ്യാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾ കാരണം എനിക്ക് വോയിസ് ഓവറെല്ലാം പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചില ടൈമിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതിലൊരു ബാലൻസ് എപ്പോഴും കീപ്പ് ചെയ്തിടും. ബാലൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, എപ്പോഴും ബാലൻസ് മാത്രമേ കീപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാലൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ മൊത്തം കാണാൻ സാധിക്കും ഞാൻ ഏൺ ചെയ്തിട്ടുള്ള എമൗണ്ട് എല്ലാം. അപ്പോൾ ഇതിങ്ങനെ താഴെ ഒരുപാട് സ്ക്രീൻസ് നമുക്ക് ലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇതിനു മുമ്പുള്ള പേയ്മെൻറ്റ്സ് എല്ലാം കാണാം. ഇതെല്ലാം ഓരോ ഓർഡർ വൈസുള്ള പേയ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓർഡർ പേജിലേക്ക് പോകും. നമുക്ക് ഏത് ഓർഡറിൽ നിന്നാണ് ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, വേണമെങ്കിൽ ഈ ഒരു ഓർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം $175 ഒരു ഓർഡർ ആയിരുന്നു. അത് കമ്മീഷനെല്ലാം കഴിച്ചിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് $140 ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് ഫൈവറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നെല്ലാം. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. കാരണം കൂടുതൽ ആളുകൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ബയർ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ.
അപ്പോൾ എപ്പോഴും നിങ്ങൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഗിഗ് ക്രിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. മിക്ക ആളുകളും ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിലെല്ലാം കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇത് സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് പേയ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് എന്നെല്ലാം പറയാം. അത് അവരുടെ കുഴപ്പമാണ്, അവർ സൈനപ്പ് ചെയ്തിട്ടുള്ള കുഴപ്പമാണ്. ഇതിൽ 5 പൈസ നമ്മൾ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നമുക്ക് കിട്ടുന്ന ഓർഡറിൻ്റെ 20% ഇവർക്ക് കമ്മീഷനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കും വലിയ വിഷമമുണ്ടായിരുന്നു 20% ഇവർ കമ്മീഷൻ എടുക്കുമ്പോൾ. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ചിന്തിക്കാതെ, കാരണം അത്ര ഓർഡേഴ്സും അത്ര എമൗണ്ടും നമ്മൾ ഏൺ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു 20% ഇത്രയും വലിയ പ്ലാറ്റ്ഫോം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഫൈവറിന് കിട്ടുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് നമുക്ക് ബോധ്യമായത് കാരണമാണ് നമ്മൾ യാതൊരു കംപ്ലയിൻറ്റും അതിനെക്കുറിച്ച് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഫൈവറിനെ കുറിച്ച് ഞാൻ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത്. കാരണം ഇതാണ്, കാരണം ഇത്രയും വലിയ പ്ലാറ്റ്ഫോമാണ് അവർ നമുക്ക് തരുന്നത്, ഇത്രയും വലിയ ഓർഡേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 20% അവർ ഡിഡക്റ്റ് ചെയ്യുന്ന അത്ര വലിയ സംഭവമൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറിലേക്ക് കിടക്കാം. ആകെ ചെയ്യേണ്ടത് ഈ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ ബാലൻസ് എമൗണ്ട് ഇവിടെ കാണിക്കും. അതിൽ കൺഫേം ആൻഡ് വിത്ഡ്രോ എന്ന് പറയുന്ന ഈ ബട്ടണിൽ രണ്ടാമതൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്ച്വലി $5000 വരെ നമുക്ക് ഒറ്റ ട്രാൻസാക്ഷനിൽ വിത്ഡ്രോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം 504 are on their way. ഫണ്ട്സ് ഷുഡ് ലാൻഡ് ഇൻ യുവർ അക്കൗണ്ട് വിത്തിൻ 7 days എന്നാണ് സാധാരണ. ഇത് വെറുതെ ഇവർ കൊടുക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ശരിക്കും പൈനീർ അക്കൗണ്ടിലാണെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മെയിൽ കിട്ടും, പൈനീർ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ക്യാഷ് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറിന് ശേഷം നമുക്ക് മറ്റൊരു മെയിൽ വരും, പൈനീർ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ലോക്കൽ ബാങ്കിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ ബാങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമോ, ചില ബാങ്കൊക്കെ ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു ദിവസം മേലെ പിടിക്കും, ചിലപ്പോൾ രണ്ടാമത്തെ ദിവസമായിരിക്കും അക്കൗണ്ടിലേക്ക് വരുന്നത്. അത് ബാങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് സാധാരണ ഇപ്പോൾ ഇന്ന് വിഡ്രോ ചെയ്താൽ നാളെ എൻ്റെ അക്കൗണ്ടിലേക്ക് എത്താറുണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് നിങ്ങൾ അക്കൗണ്ടെല്ലാം ലിങ്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2 ടൈമായിട്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ ഫൈവറിൽ നിന്ന് സെൻഡ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, യു ഹാവ് റിസീവ്ഡ് എ പേയ്മെൻറ്റ് ഫ്രം ഫൈവർ എന്ന് പയോനിയറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് ID, അതുപോലെ തന്നെ എമൗണ്ട് $504. ഇനി പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ടു യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പയോനിയറിൽ നിന്ന് മറ്റൊരു മെയിലും കൂടി നമുക്ക് കിട്ടും. 2 മെയിൽ കിട്ടും ഒരു വിഡ്രോവൽ ചെയ്താൽ തന്നെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു USD എന്ന് പറയുന്നത് ഇന്നത്തെ റേറ്റും അതുപോലെ തന്നെ ഇവരുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 74.77 ആണ്. ഇത് നല്ല റേറ്റാണ് ഇവർ തരുന്നത്. പേപ്പാലിലാണെങ്കിൽ 72, 71 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല റേറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 75 ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനടുത്തുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റിനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2020 മുതൽ ഒരു ട്രാൻസ്ഫർ ഫീ ഇവരിൽ വന്നിട്ടുണ്ട്. $3 ഒരു ട്രാൻസാക്ഷന് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത്. അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുള്ള എമൗണ്ട് 37,463 ഈ ഒരു വിഡ്രോവലിന് ഈ ഒരു ട്രാൻസാക്ഷനിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പയോനിയർ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സൈൻ ഇൻ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ബാലൻസ് എല്ലാം 0 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഓൾറെഡി ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്, ലോക്കൽ ബാങ്കിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 504 USD. ട്രാൻസാക്ഷൻ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രാൻസാക്ഷൻ ID, എമൗണ്ട്, ഫീസ് എല്ലാം ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റും കാണാം. ബാക്കിയുള്ള നമ്മൾ അയച്ച ഡേറ്റും അപ്രൂവ് ഡേറ്റും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ മാസത്തെ ആദ്യത്തെ പേയ്മെൻറ്റാണ് ഞാൻ ഇപ്പോൾ വിഡ്രോ ചെയ്തത്. അതുപോലെ തന്നെ ലാസ്റ്റ് മന്ത് മാർച്ചിൽ ഞാൻ വിഡ്രോ ചെയ്ത എമൗണ്ട് എല്ലാം നിങ്ങൾക്ക് കാണാം. $550, $511 എല്ലാത്തിൻ്റെയും ട്രാൻസാക്ഷൻ ഐഡിയും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അന്നപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ $1 73.96 ആണ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കൂടുതൽ കിട്ടുന്ന, അതായത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടുന്ന ആ ദിവസം വേണം നമ്മൾ വിഡ്രോ ചെയ്യാൻ. ഇപ്പോൾ നല്ല റേറ്റ് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്താൽ കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി USD to INR എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, 76.58 ഇന്നൊരു USDയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഈ പയോനിയർ എന്ന് പറയുന്നത്. ഇതിന് മുമ്പുള്ള ട്രാൻസാക്ഷനൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ
ആക്ടിവിറ്റിയിൽ പോയിട്ട് ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്താൽ ഇതിനു മുമ്പ് നമ്മൾ എത്ര വർഷം മുമ്പുള്ള ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പുള്ള പാസ്റ്റ് ഇയർ, ഇതിനു മുമ്പുള്ള വർഷത്തെ ട്രാൻസാക്ഷനൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഡേറ്റും ഫൈവറിൽ നിന്ന് വന്നതും എമൗണ്ടും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ലോഡ് മോർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം കാണാം. ഓക്കെ, അപ്പോൾ ഫൈവറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഇത് പോയിട്ടുണ്ട് ബാങ്കിലേക്ക്. ബാങ്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും, ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ദിവസം എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ. ഫൈവറിൽ നിന്ന് പൈനറിലേക്കും പൈനറിൽ നിന്ന് നമ്മുടെ ബാങ്കിലേക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ബാങ്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ക്രെഡിറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ മെസ്സേജ് SMS ആയിട്ട് വരികയും ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവരും ഈ ഫൈവർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇപ്പോൾ കൊറോണ എന്ന ഇഷ്യൂ ഉള്ളത് കാരണം ഒരുപാട് US ബേസ്ഡ് കമ്പനീസ് എല്ലാം ഷട്ട് ഡൗണിലാണ് അല്ലെങ്കിൽ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ US നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കും കിട്ടുന്നത്. അത് കാരണം വർക്ക് ഇപ്പോൾ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുകയാണെങ്കിൽ ഗിഗിനൊക്കെ റാങ്കിങ് കിട്ടുകയും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കൊറോണയുടെ ഇഷ്യൂ കഴിയുന്ന ടൈമിന് നമ്മുടെ ആ ജിഗ് അല്ലെങ്കിൽ ഗിഗ് സർവീസ് ഫ്രണ്ട് പേജിലേക്ക് റോളായി വരികയും കൂടുതൽ ഓർഡേഴ്സ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലെല്ലാം പ്രൊമോട്ട് ചെയ്യുക, ഫോറത്തിലേക്ക് പങ്കെടുക്കുക. അധികം ഫോറത്തിലൊന്നും അധികം മെസ്സേജൊന്നും ഓവറായിട്ട് നിങ്ങൾ മെസ്സേജ് ഇടരുത്, സസ്പെൻഡ് ആവും അക്കൗണ്ട്. നോർമലായ രീതിയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിനൊക്കെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കുക. അതിലൂടെ നമുക്ക് റാങ്കിങ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും ഇതുപോലെ പേയ്മെൻറ്റ് പ്രൂഫ്സുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.